ഇത് ശ്രീനാഥ് ചന്ദ്രൻ നന്ദിഗ്രാമിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ എത്രയാണ് ബംഗാളിലെ പോളിംഗ് ശതമാനം? ഉന്മേഷ് 5 മണിവരെയുള്ള കണക്കാണ് ഔദ്യോഗികമായി പുറത്തു വന്നത്. ഇപ്പോൾ 90%-നടുത്ത്, അതായത് 89% വോട്ടിംഗ് ശതമാനം, പോളിംഗ് ശതമാനം ഇപ്പോൾ കടന്നിരിക്കുന്നു. അതായത് ചരിത്രപരമായ റെക്കോർഡ് പോളിംഗ് ആണ് ബംഗാളിൽ നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബംഗാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 90% മുകളിലേക്ക് പോളിംഗ് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഒരുപക്ഷെ ത്രിപുരയിലാണ് എന്നതാണ് ഓർമ്മ. അത് 93% പോളിംഗ് രേഖപ്പെടുത്തിയതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ റെക്കോർഡ് പോലും തിരുത്തി കുറിക്കും വിധം ബംഗാൾ വോട്ട് ചെയ്തു, ബംഗാൾ വിധി എഴുതി ആദ്യഘട്ടത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇങ്ങനെയെങ്കിൽ രാവിലെ കണ്ട ഒരു തിരക്ക് വൈകിട്ട് വരെ നീണ്ടത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ പോളിംഗ് ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. നിലവിലെ അവസ്ഥയിൽ ഇരു പാർട്ടികൾ, പ്രത്യേകിച്ച് തൃണമൂലും BJP-യും വലിയ പ്രതീക്ഷയാണ്. BJP പറയുന്നത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് ആളുകൾ കൂട്ടത്തോടെ എത്തി വോട്ട് ചെയ്തതാണ് എന്നതാണ്. എന്നാൽ തൃണമൂൽ പറയുന്നത് BJP-യെ ഭയന്ന്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ കൂട്ടത്തോടെ എത്തുന്നു, BJP-യെ ഭയന്നുള്ളൊരു വിഭാഗമുണ്ട്, അവരൊക്കെ കൃത്യമായി എത്തി വോട്ട് ചെയ്താണ് ഈ തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നത് എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും സംസ്ഥാനം ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ബംഗാളിൽ ആദ്യഘട്ട പോളിംഗിൽ ഇപ്പോൾ നടക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.